ബിസി എന്തിനാ വിശേഷം നன்றി ഡ്യൂട്ടിയിലാണോ? എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും ഉണ്ടോ അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ച് ചോദിക്കാവോ ഡി? ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഷൈനിയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആ വോയിസ് കൊടുക്കാം. അപ്പൊ ആരാണ് ഷൈനി എന്ന് അറിയാത്തവർക്ക് ഞാൻ പറയാം. രണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിൽ നിന്ന് സ്വയം ജീവനൊടുക്കിയ ഷൈനി. ഈ ഷൈനി അറിയാത്ത മലയാളികൾ ഇന്ന് കുറവായിരിക്കും. ഇതിനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് തന്നെയാണ്, അതുപോലെ ഭർത്താവിന്റെ സഹോദരനും. ഇതിനപ്പുറം വേറെ ഒരു റീസണും എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഒരാൾ സ്വയം ജീവൻ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അത് ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് കുറ്റവാളികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ആ കാരണക്കാരായ വ്യക്തികൾക്കെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം എന്നുകൂടിയാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു വ്യക്തിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ആൾക്കാർ സുഖമായി ഇനിയും ഈ ലോകത്ത് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഈ നിയമത്തോട് എനിക്ക് വളരെ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഷൈനിയുടെ മരണത്തിന് ഉത്തരവാദിയായ രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് ഭർത്താവും ഒന്ന് ഭർത്താവിന്റെ സഹോദരനും. ഭർത്താവിന്റെ സഹോദരൻ വന്നിട്ട് പള്ളിയിലച്ഛനാണ്. അദ്ദേഹവും കൂടിയൊക്കെ ചേർന്നിട്ടാണ് ഷൈനി ഈ അവസ്ഥയിലാക്കിയിട്ടുള്ളത്. കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും തെണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ച് അതിനുകൂടി അനുവദിക്കാത്ത നാറികളായി പോയല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഷൈനിയുടെ ഒരു വോയിസ് പുറത്തു വരുന്നുണ്ട്. എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പല വഴിയും നോക്കുന്ന ഒരു ഷൈനി. ആ ഷൈനി തന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന ഒരു വോയിസ്. ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി ഗതി കെട്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ ഒരിക്കലും ഈ തീരുമാനം ഫെയർ അല്ല. ഇങ്ങനെ ഒരു തീരുമാനം ഒരു മനുഷ്യരും എടുക്കരുത്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കരുത്. അഥവാ മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിടിമുറുക്കമോ കാര്യങ്ങളോ ഉണ്ട്, ഇനി രക്ഷയില്ല, ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ സ്വയമേ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും കൗൺസിലിംഗ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും ജീവിതം തീർത്ത് കളയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഷൈനി ഈ ഒരു കടുങ്കൈ ചെയ്യുന്ന സമയത്ത് തന്റെ രണ്ട് മക്കൾ ഉൾപ്പെടെ അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു മനുഷ്യർക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ തീരുമാനങ്ങൾ ആരും എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ആരുടെങ്കിലും വിഷമം തുറന്നു പറയുക. അങ്ങനെ തുറന്നു പറഞ്ഞ് പരിഹാരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങോ കാര്യങ്ങളോ എടുക്കുക. അതുപോലെ നിയമപരമായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ചെയ്യണം. അല്ലാണ്ട് സ്വയം ജീവനെടുത്ത് ആ ജീവിതം തീർത്ത് കളയുകയല്ല ചെയ്യേണ്ട. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ജയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ നിയമവും സാഹചര്യവും വെച്ചിട്ട് അങ്ങനെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ശിക്ഷ കിട്ടത്തില്ല. അതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ. പക്ഷെ ആ നിയമം മാറ്റി എഴുതണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അങ്ങനെ ഇവിടെ ചെയ്യാനുള്ള വകുപ്പില്ല, അങ്ങനത്തെ നിയമമില്ല. എന്നാൽ ഇവിടെ കുറ്റം ചെയ്യുന്നവരെ കൊണ്ടിട്ട് പോറ്റാനുള്ള നിയമം മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലേ? അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു നിയമം. എന്തായാലും ആ നിയമം മാറ്റി എഴുതുന്ന ഒരു കാലത്തിനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ് നിങ്ങളെപ്പോലെ. എന്തായാലും ഷൈനി അവസാനമായി കൂട്ടുകാരിയുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. വിശേഷം നன்றി ഡ്യൂട്ടിയിലാണോ? എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും ഉണ്ടോ അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ച് ചോദിക്കാവോ ഡി? ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ല ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? ഇതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എത്ര നാളായിട്ടും വക്കീലിന് ഇപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അന്നേരത്തേക്ക് വന്നില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ ആക്കി വെക്കാമോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ചെയ്താന്നറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഏഷ്യൻ ആർട്സിലേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു ഷൈനിയുടെ വോയിസ് ആണ് കേൾക്കുന്നത്. തന്റെ സുഹൃത്തിന് അയച്ചിട്ടുള്ളതാണ്.
ഒരു വഴിയുമില്ല, നിക്കക്കളിയില്ല. ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ഒരു ചിന്തയിലായിരുന്നു ഷൈനി. എന്നാൽ തട്ടിക്കുട്ടി എവിടെയോ ജോലി കിട്ടുന്ന സമയത്ത് ആ ജോലി വരെ തെറിപ്പിക്കുന്ന സ്വന്തം ഭർത്താവിന്റെ സഹോദരൻ, പള്ളിയിലച്ഛന ആള് വികാരിയാണ്. വികാരം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലത്തെ നാറിയ പള്ളിയിലച്ഛന്മാരുണ്ടെങ്കിൽ ആ ഇടവകയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ അങ്ങ് അന്റാർട്ടിക്കയിലും ആഫ്രിക്കയിലും ഇറ്റലിയിലും ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലാണ് ആളിപ്പോ. അപ്പൊ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും അവിടുത്തെ ഇടവകയിൽ നിന്ന് ആളെ തൂക്കി എറിയാനുള്ള എല്ലാ നീക്കങ്ങളും നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് മലയാളികൾ ചേർന്ന് അവിടെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു മെയിലിന്റെ സംഭവം ഇവിടെ സൈഡിൽ കൊടുക്കാം. ഒരുപാട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേ തുടർന്ന് പള്ളിയിലച്ഛൻ മിക്കവാറും ഒറ്റയ്ക്കുള്ള അച്ഛനായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഇവനെയൊക്കെ പോലെയുള്ളവന്മാരെ പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞ് അവിടെ കയറി ഇരുത്തിയിരിക്കേണ്ട ഒരു കാര്യമില്ല. പള്ളിയിലച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ സങ്കടം കേൾക്കാനും ആ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ട ആൾക്കാരാണ്. അല്ലാണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനും സ്വന്തം വാശിപ്പുറത്തും മറ്റുള്ളവരുടെ ജോലി തെറിപ്പിച്ച് മറ്റുള്ളവരുടെ ജീവിതം തുലയ്ക്കുന്നവരായിരിക്കരുത് പള്ളിയിലച്ഛൻ. ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ദൈവദാസന്മാരാണ് പള്ളിയിലച്ഛൻ. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഈ സമൂഹത്തിൽ അങ്ങനത്തെ ദൈവദാസന്മാരെ കാണാൻ വളരെ കുറവാണ്. പണത്തിന്റെ പിന്നാലെ ഓടുന്ന ദൈവദാസന്മാരെയാണ്, ദൈവത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന കള്ള കപട ദൈവദാസന്മാരെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഈ കാണുന്നുണ്ട്. ഞാൻ വീഡിയോസ് ആയാലും എന്തായാലും ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് ഇങ്ങനത്തെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാർ. അത് ഈ ക്രിസ്ത്യൻ മതത്തിൽ മാത്രമല്ല, മറ്റു മതങ്ങളിലും ഇതേ സാധനങ്ങൾ കാണാറുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ തന്നെ കച്ചവടമാവുന്ന ഒരു സാധനമാണ് ദൈവം. ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരുത്തൻ കൊടിയും പിടിച്ചിറങ്ങി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കച്ചവടം. ആൾക്കാർ അൺലിമിറ്റഡ് ആയിട്ട് കൊണ്ട് പൈസ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യേണ്ട പരിപാടികളൊക്കെ ചെയ്യും. ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ എല്ലാ ആൾക്കാരും ദൈവപുത്രനായിട്ടാണ് കാണുന്നത്. അവൻ പറയുന്ന വാക്കുകളിൽ വിശ്വസിക്കും. അവൻ പറയുന്നതാണ് സത്യമെന്ന് നമ്മൾ അങ്ങ് തെറ്റിദ്ധരിക്കും. എന്തായാലും ഇതുപോലെ കപടമുഖം അണിഞ്ഞു നടക്കുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട് മക്കളെ. ഇതുപോലുള്ളവന്മാരെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇനി ഇതുപോലത്തെ ഉടായ്പ് കാണിക്കാൻ അനുവദിക്കരുത്. ഇങ്ങനെ ഉള്ളവന്മാരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം. സത്യം പറഞ്ഞാൽ ഈ ഷൈനിയുടെ മരണത്തിന് കാരണമായ ആ പള്ളിയിലച്ഛൻ ഉൾപ്പെടെ കേസ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇവിടെ കേസ് എടുക്കുന്നില്ല? ഇവിടുത്തെ നിയമം അങ്ങനത്തെ നിയമമാണ്. ഇവിടുത്തെ നിയമം ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഭർത്താവിനും സഹോദരനും എതിരെ കേസെടുക്കാൻ ഇവിടുത്തെ നിയമത്തിന് സാധിക്കത്തില്ല. അതാണ് ഇവിടുത്തെ നിയമം. അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. തെണ്ടിത്തിരിഞ്ഞ് അവസാനം ഒരു സ്വന്തമായ ഒരു ജോലി ഒപ്പിച്ച സമയത്ത് ആ ജോലിയെ കൂടി തട്ടിത്തെറിപ്പിച്ച ഇതുപോലുള്ള കാപട്യം നിറഞ്ഞ പള്ളിയിലച്ഛന്മാരുണ്ടെങ്കിൽ അവന്മാർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. ഇവനൊക്കെ ഏത് അർത്ഥത്തിലാണ് പള്ളിയിലച്ഛനായത്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ജനങ്ങളെ പറ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. ഇതുപോലുള്ളവന്മാരെ ഇനിയും പള്ളികളിൽ വെച്ചുകൊണ്ടിരിക്കണോ? ഒരിക്കലുമില്ല. ഇതൊന്നും ഒരിക്കലും ഒരു പള്ളിയിലച്ഛനല്ല. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഒരുത്തനും ഒരു പള്ളിയിലച്ഛനല്ല. പകരം ജനങ്ങളെ ക്രൂശിക്കുന്ന ഇതുപോലെ കപടമുഖം അണിഞ്ഞുകൊണ്ട് ഫ്രോഡ് പരിപാടി ചെയ്യുന്നവന്മാർക്കെതിരെ തക്കതായ നിയമ നടപടിയാണ് എടുക്കേണ്ടത്. ഇവന്മാരൊന്നും ഒരിക്കലും പള്ളിയിലച്ഛനല്ല. ദൈവത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന സാത്താന്മാരാ. അതാദ്യം മനസ്സിലാക്കുക. ഇനി മറ്റൊരു വോയിസ് ഞാൻ കൊടുക്കാം. ആ വോയിസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഷൈനി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതായത് ഈ രണ്ട് പെൺമക്കളെയും കൊണ്ട് ജീവിക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ പറക്കി വിറ്റും പോലെയൊക്കെ എടുത്ത് വിറ്റ് അങ്ങനെ വരെ ജീവിക്കാൻ ശ്രമിച്ചു നോക്കി. പല വഴിയും നോക്കി ഷൈനി ജീവിക്കാൻ. പക്ഷെ ഒന്നിലും നിന്നില്ല. അവസാനം നിക്കക്കളിയില്ലാതെയാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. എന്തായാലും ആ വോയിസ് ഷൈനിയെ പറ്റി പറയുന്നത് ഒന്ന് കേട്ട് നോക്കാം. നമുക്കറിയാലോ, അടുത്ത് അല്ലേ, നമ്മുടെ അടുത്തല്ലേ, വലിയ ദൂരമൊന്നുമില്ല, അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. പുള്ളിക്കാരി ശരിക്കും 4 പേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താനാകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത സാധനങ്ങൾ, വാഴക്കൊല ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുമന്ന് കടയിലൊക്കെ കൊണ്ട് കൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കാരിത്താസിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാരിത്താസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ്. അതുപോലെ തന്നെ മോനിപ്പള്ളിയിലാണോ കൊച്ചുകുന്നേലാണോ അവിടെയും അപ്പോയിന്റ്മെന്റ് കിട്ടിയാന്ന് പറയാം. രണ്ടിടത്തും പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല, മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മുഖേന. ഈ ഉന്നതങ്ങളിൽ നിന്നുമുള്ള ഇടപെടലാണ് പള്ളിയിലച്ഛന്റെ ഇടപെടൽ. മാനസിക രോഗമാണ് ഷൈനിക്ക് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ആ ജോലികൾ തെറിപ്പിക്കുകയുമാണ് ഈ പള്ളിയിലച്ഛൻ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു പള്ളിയിലച്ഛനെ പോലെയുള്ള ഒരാൾ ഇടപെട്ടിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ വിളിച്ച് പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവിടെ ഉള്ളവർ വിശ്വസിക്കും, പള്ളിയിലച്ഛനല്ലേ പറയുന്നത്, അപ്പൊ അതിലെന്തോ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ജോലി കൊടുക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും പിടിപാടുള്ള ഇങ്ങനെ പോലുള്ള കാപട്യം നിറഞ്ഞ പള്ളിയിലച്ഛന്മാരുണ്ടെങ്കിൽ അവന്മാര് പറയുന്നതും ആൾക്കാർ കേൾക്കും. ഇതുപോലെ ജോലി തെറിപ്പിക്കാനും ജീവൻ ഒടുക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും യുവമാരെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള കാപട്യം നിറഞ്ഞ പള്ളിയിലച്ഛന്മാർ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാടുണ്ട്. ഒരുപാട് പണത്തിന്റെ പിന്നാലെ ഓടുന്ന
അല്ലെങ്കിൽ പണം മാത്രം ഉണ്ടാക്കി സ്വന്തം വീർപ്പ നിറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പള്ളിയിലച്ചന്മാരും ഒരുപാട് മറ്റ് ആൾക്കാരും ഒക്കെ ഉണ്ട്. മറ്റുള്ള ഒരുത്തന്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ വിഷമം മനസ്സിലാക്കാത്ത ഇതുപോലെ കാവട്യം നിറഞ്ഞ മനുഷ്യരുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടണം. ഇതൊക്കെ എന്നിനി ഏത് നൂറ്റാണ്ടിലാണ് ഇനി ഇതൊക്കെ ശരിയാവാൻ പോകുന്നത്? ഇവിടുത്തെ രീതി ഇന്ന് ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായവര് സുഖമായിട്ട് ഓസ്ട്രേലിയയിലും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചങ്ങ് നടക്കുകയാണ്. മറ്റവൻ വന്ന് അടുത്തിരുന്ന് കരയാണ്. എന്ത് തേങ്ങയ്ക്കടാ നീ കരയുന്നത്? അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, അവളെ ഉപദ്രവിക്കേണ്ട മാക്സിമം നീ ഉപദ്രവിച്ചു. ഭർത്താവെന്ന് പറയുന്ന മൊണ്ണയാണ് ഞാൻ പറയുന്നത്. നീ ഇനി എന്തിനാടാ വന്നിരുന്ന് കരയുന്നത്? നിനക്ക് ആ കരയാനുള്ള യോഗ്യത ഉണ്ടോ? നിന്റെ ഓരോ കണ്ണുനീരും വീണ്ടും വിഷമായി മാറുകയാണ്. നിന്റെ കണ്ണുനീര് വീഴാൻ പാടില്ല ഷൈനിയുടെ ആ ഒരു ഏരിയയിൽ പോലും. നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. ജീവിച്ചിരുന്ന സമയത്ത് സ്വന്തം ഭാര്യയും മക്കളെ നോക്കാൻ കഴിയാത്ത നിന്നെ പോലുള്ള ഒരു മൊണ്ണ. നിനക്കിനി എന്ത് യോഗ്യതയാണ് അവിടെ വന്നിരുന്ന പിള്ളേരുടെ അടുത്തും ഭാര്യയുടെ അടുത്തും ഇരുന്ന് കരയാനുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിന്നെ പോലെ ഒരു കഴിവേറി ഉണ്ടെങ്കിൽ ഈ നാടിന് ഗുണം പിടിക്കത്തില്ല. എടാ, ഭർത്താവായാൽ കെട്ടിയ പെണ്ണിനെ അടിച്ചല്ല ചങ്കൂറ്റം കാണിക്കണം. അവളുടെ കണ്ണിൽ നിന്നും ഒരു കണ്ണുനീര് വീഴാതെ അവളെ പോറ്റാൻ പഠിക്കണം. എന്നാൽ മാത്രമേ ഒരു ഭർത്താവ് ആവത്തുള്ളൂ. അല്ലാണ്ട് കെട്ടിയതിനു ശേഷം അവളെ ഉപദ്രവിച്ചിട്ടും അവളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തും അവളെ മാക്സിമം വിഷമിപ്പിച്ചും ഉണ്ടാക്കുന്നതല്ല ഒരു ഭർത്താവ്. ഒരു പെണ്ണിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴാതെ കാക്കുന്നവനാണ് യഥാർത്ഥ ഭർത്താവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെ ഇതൊക്കെ ആരോട് പറയാം? ആര് കേൾക്കാൻ? ഇങ്ങനെ കപട മുഖം അണിഞ്ഞ് നടക്കുന്ന നിന്നെയൊക്കെ പോലെയുള്ള കഴിവേറുകളെടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭർത്താവ് പോലും ഭർത്താവ് മൊണ്ണ. നീയൊക്കെ മൊണ്ണ തന്നെടാ. അതിന്റെ അപ്പുറം നിന്നെയൊന്നും എനിക്കൊന്നും പറയാനില്ല. നിന്നെയൊക്കെ പോലെയുള്ള പറഞ്ഞാൽ കൂടിപ്പോ. നമ്മളാൽ കഴിയുന്നത് ഇതുപോലെയുള്ള കപട മുഖം അണിഞ്ഞ് നടക്കുന്ന നാറുകളെ എക്സ്പോസ് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. ബാക്കി ജനങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ വിധി എഴുതണം. ഇതുപോലുള്ളമാരെ നാട്ടിൽ നിന്ന് ഓടിക്കണം. ഇനി ഓനെയൊന്നും വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. പള്ളിയിലച്ചൻ പോലും പള്ളിയിലച്ചൻ. ഇവന്റെയൊക്കെ ഉദ്ദേശശുദ്ധിയെ വേറെയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. ഞാനിപ്പോൾ പള്ളിയിൽ പോകാറില്ല. എന്റെ ഇടവകയിൽ ഞാൻ പോകാറില്ല. കാരണം അവിടെ എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പൈസ പൈസ പൈസ, അധികാരം പൈസ, അധികാരം പൈസ, ഈ ഒരു ഫാക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ റീസെന്റ് അങ്ങ് നിർത്തി. ഞാൻ പോകാറില്ല. ഞാൻ അല്ലാതെ ഇപ്പോൾ വേറെ ഏതെങ്കിലും പള്ളികളിൽ കുരിശിടിയിലൊക്കെ പോകും. അവിടെ പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് ഞാൻ എന്റെ പള്ളിയിൽ പോകാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് പണപ്പിരിവും പുരോഗമനവും ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഏത് പള്ളിയൊക്കെ പുതുക്കി പണിത് വലിയ സെറ്റപ്പ് ആക്കി വലിയ സംഭവം ആക്കണം. ഓക്കെ, നല്ലതാ. പക്ഷേ അതിന്റെ പേരിൽ കുറെ പണപ്പിരിവ്, പിന്നെ വേറെ കുറെ പണപ്പിരിവ് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പാവങ്ങൾ വന്ന് കൈ നീട്ടിയാൽ നേരച്ചോ അവിടെ ഒരു 5 പൈസ കൊടുക്കത്തില്ല. ഒരു പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കത്തില്ല. പേരും പുകളും കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം സഹായിക്കും. അവിടെ പള്ളിയിൽ കാണിക്ക വെക്കുന്നവരും വലിയ കാര്യത്തിൽ വെണ്ടക്കക്ഷരം പോലെ പേര് എഴുതി ഇത്ര ആയിരം അത്ര ആയിരം എന്ന് പറഞ്ഞ് വയ്ക്കും. അല്ലാണ്ട് അവിടെ ഒരു പാവപ്പെട്ടവൻ വന്നു കഴിഞ്ഞാൽ അവനെ സഹായിക്കത്തില്ല. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തിനാണ് പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഞാൻ സ്വയമേ അങ്ങ് വലിഞ്ഞു മാറി. നമുക്കതല്ലേ പറ്റത്തുള്ളൂ. അല്ല നമ്മളിനിപ്പോ കിടന്ന് വായ്ത്താളം അടിച്ചിട്ട് അവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. നമ്മളെ കിണ്ടിയേറി അത്ര തന്നെ. അതുകൊണ്ട് സ്വയമേ അങ്ങ് വലിഞ്ഞു മാറി. എന്തായാലും ഈ അവസരത്തിൽ അതും കൂടി എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അത്രയും കാപട്യം നിറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത്. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി. 2025 തുടങ്ങിയതിനു ശേഷം എത്രത്തോളം കേസുകളാണ് ഇവിടെ ഇപ്പോൾ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.